അങ്ങനെയൊന്നുമില്ല, അതൊക്കെ നിന്റെ തോന്നലും മാത്രമാ. റെഡിയാക്കി ഇന്ന് രാത്രി പാർട്ടി ഉള്ളതല്ലേ. രാത്രിത്തെ പാർട്ടിക്ക് നീ ഇപ്പോഴേ റെഡിയായി പോകാൻ പോകും? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, നിനക്ക് സ്കൂളല്ലേ, നീ റെഡിയാവും, നിനക്ക് ഓഫീസല്ലേ, നീ പോയിക്ക്. നിങ്ങൾ രണ്ടുപേരും എന്തൊക്കെയോ എന്നിൽ നിന്ന് മറിക്കുന്നുണ്ട്. അതെനിക്ക് നിങ്ങളുടെ പരിങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കാം. വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ പിടിച്ചോളാം. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്റെ ഹാപ്പി ബർത്ത്ഡേ. അങ്കിൾ എന്റെ ഗിഫ്റ്റ് ഇവിടെ ഇല്ല, പക്ഷെ എനിക്ക് ഗിഫ്റ്റ് തരുന്നതാണേ. ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഗിഫ്റ്റ് വരും, പക്ഷെ ഇപ്പോഴല്ല, ഇച്ചിരി കഴിഞ്ഞിട്ട്. എപ്പോഴാണെങ്കിലും തന്നാ മതി. ജുക്കി, ടെവിൻ, ഹാപ്പി ബർത്ത്ഡേ. അങ്കിൾ എന്താ ഇവിടെ? വല്ലാത്ത സർപ്രൈസ് ആയി പോയല്ലോ. ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കണ്ടെന്ന് വിഷയം വിചാരിച്ചു വന്നതാ. ഇതാരാ? ഇതാണ് ജിമ്മി അങ്കിൾ. നിങ്ങളുടെ അമ്മയുടെ കസിൻ അല്ലേ? അവിടെ ഈ കഥയൊക്കെ പറഞ്ഞ നീയാളല്ലേ? ആ, അത് തന്നെ. ജിമ്മി അങ്കിൾ, ഇതാണ് എന്റെ അങ്കിൾ ഷുഗ. ഹായ്, നൈസ് ടു മീറ്റ് യു. നിങ്ങളല്ലേ പിള്ളേരെ പറഞ്ഞു പറ്റിച്ചത്? എല്ലാരും കൂടി എന്നെ മാറി മാറി ഇരുന്ന് കുത്തുവാണല്ലേ. ഞാൻ സോറി പറഞ്ഞില്ലേ? എല്ലാരും കൂടി ഇങ്ങനെ പറഞ്ഞ് എനിക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടാ. തന്നെ സങ്കടപ്പെടുത്താൻ പറഞ്ഞല്ലോ, ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞു. ഐ ആം സോറി. തന്റെ കയ്യിൽ അനുജത്തിയുടെ ഫോട്ടോ ഉണ്ട്, ഇവരുടെ അമ്മയുടെ? ആ ഉണ്ട്. ഇതാണ് എൻ്റെ അനിയത്തി, ഇവരുടെ അമ്മ ജുവാന. എന്തിനാ ഇവളുടെ പിക്ചർ? എനിക്ക് ഇവരുടെ പിക്ചർ ഒന്ന് അയച്ചു തരാവോ? എന്നിട്ട് വേണം, എന്റെ ഫ്രണ്ടിന്റെ മനസ്സിൽ ഇപ്പൊ ഏതോ ഒരു പെണ്ണ് കയറിയിട്ടുണ്ട്, അവളെ പിടിച്ചു മാറ്റി ഇവര് അങ്ങോട്ട് പേസ്റ്റ് ചെയ്യണം. പക്ഷെ അതെങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. എന്തൊക്കെയാലും സുന്ദരിയാണ്, അവനെ ഒന്ന് കാണിച്ചു കൊടുത്താലോ, ആദ്യം കിട്ടും. അത് ആലോചിക്കുമ്പോഴാണ്. നിങ്ങളുടെ കയ്യിൽ വല്ല ഐഡിയ വല്ലതും ഉണ്ട് എന്നെ സഹായിക്കാൻ? ബെസ്റ്റ് ആളോട് ചോദിക്കുന്നത്. എനിക്ക് പോലും സ്വന്തമായിട്ടൊരു പെണ്ണ് സെറ്റ് ആയിട്ടില്ല, അപ്പോഴാണ് വേറൊരാൾ. അത് തന്നെയാണ് എന്റെയും പ്രശ്നം. ഞാനിപ്പോഴും സിംഗിളാണ്, എന്നിട്ടാണ് ഇവർ എന്നോട് പോയി പെണ്ണ് സെറ്റാക്കി കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിലും വലുതാണ് ഇവരുടെ അച്ഛൻ. അവനാണെങ്കിൽ ഒടുക്കത്തെ ദേഷ്യമാണ് കല്യാണത്തിന്റെ കാര്യം പറയുമ്പോ തന്നെ. എന്നിട്ടാണ് അവൻ എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞിരിക്കുന്നത് അവനൊരു പെണ്ണിനെ ഇഷ്ടമെന്ന്. അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് ദേഷ്യപ്പെടുവാണ്. ഇനി ഞാൻ എന്ത് ചെയ്യും? ഈ അച്ഛന്റെയും മക്കളുടെയും ഇടയിൽ കിടന്ന് ഞാനാണ് നട്ടം തിരിയുന്നത്. ഇതൊക്കെ പറഞ്ഞപ്പോഴേ ഇന്ന് രാത്രി പാർട്ടി ഉണ്ട്, ഇവന്റെ ബർത്ത്ഡേയുടെ. നിങ്ങൾ വരുന്നില്ലേ? ഞാൻ വരുന്നില്ല. എന്നെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരുടെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് വരും. എന്തിനാ ഞാനായിട്ട് അല്ല, അപ്പൊ ഇവന്റെ ബർത്ത്ഡേക്ക് നീയാണോ പോകുന്നത്? ഇവനാ പോകുന്നത്. ഞാൻ രാവിലെ ഓൾറെഡി കേക്ക് കട്ട് ചെയ്തത്, അതുകൊണ്ട് ഇവനാണ് ഇനി കേക്ക് കട്ട് ചെയ്യേണ്ടത്. എന്നാ ശരി, നിങ്ങളുടെ ഗിഫ്റ്റ് ഞാൻ പിന്നെ തരാം. ഇപ്പൊ ഒന്നും കൊണ്ടുവന്നില്ല, എനിക്കിപ്പോ ഹോസ്പിറ്റലിൽ പോണം. എന്നാ ഞാനും പോവാ, എനിക്കും പാർട്ടിയുടെ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പൊ ശരി. ജുവാന, താൻ ഇന്ന് വൈകുന്നേരം ഫ്രീ ആണോ? എന്റെ മോന്റെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. സോറി സാർ, ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ. അവനെ പുറത്തുകൊണ്ടുവന്ന് ഞാൻ പ്രോമിസ് ചെയ്ത. ഐ എം സോ സോറി. ഇറ്റ്സ് ഓക്കെ, ഞാൻ അതൊക്കെയാണ് വിഷ് ചെയ്തെന്ന് പറഞ്ഞേക്കാം. ജുവാന, എനിക്കറിയാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്ന എന്താണ്. താൻ ഇന്നലെ പറഞ്ഞില്ലൊരു കാര്യം. ഞാൻ അതിനെപ്പറ്റി ശരിക്കും ചിന്തിച്ചു. എനിക്ക് ഉറപ്പായിട്ടും അവനെ എൻ്റെ സ്വന്തം മോനെ അത്രയും സ്നേഹിക്കാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ ഒരിക്കലും ഒരു അച്ഛൻ്റെ കുറവ് ഞാൻ അറിയിക്കത്തില്ല. അതേപോലെ തന്നെ എൻ്റെ മോനെയും തനിക്ക് സ്വന്തം മോനെപ്പോഴും സ്നേഹിക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷെ ഒരു അമ്മയുടെ കുറവ് അറിയിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. സാർ, ഞാൻ ഒരിക്കലും തന്നെ ഒന്നിനും കമ്പലിയുമല്ല. താൻ ശരിക്കും ചിന്തിച്ചതിന് ശേഷം പറഞ്ഞാൽ മതി. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് തൻ്റെ ഉത്തരം നോയാന്ന് അറിഞ്ഞിട്ട് എനിക്ക് തന്നെ അത്ര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇതുവരെ ആരും ഇങ്ങനെ പുറകെ നടന്നിട്ടില്ല. ഇതുവരെ ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല. ആദ്യമായിട്ട് ഒരാളോട് ഇഷ്ടം തോന്നുന്നത്. അപ്പൊ ആ ഇഷ്ടം വെറുതെ ആയി പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അതിനോട് ക്ഷമിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞാൽ തനിക്കൊന്നും തോന്നല്. നമുക്ക് ഇച്ചിരി ദിവസം ഡേറ്റ് ചെയ്ത് നോക്കിയാലോ, ഒരാഴ്ച. അപ്പൊ നമുക്ക് പരസ്പരം നല്ലോണം മനസ്സിലാക്കാമല്ലോ. അതിനുശേഷം താൻ തീരുമാനിക്കുക എന്ത് വേണമെന്ന്. ശരി, നമുക്ക് നോക്കാം. ഞാനിപ്പോൾ നോ പറഞ്ഞാൽ സാറത് കേൾക്കാൻ പോകുന്നില്ല. അപ്പം ശരി, നമുക്ക് നോക്കാം പറ്റുമെന്ന്. ശരിക്കും താൻ ഓക്കെ ആണല്ലോ? തനിക്ക് സമ്മതമല്ലേ ഡേറ്റ് ചെയ്യാൻ? എനിക്ക് സമ്മതം. ഇങ്ങനെയാണെങ്കിൽ നാളെ നമുക്കൊരു ഡേറ്റിനല്ലോ. അത് നാളെ സൺഡേ അല്ലേ, അപ്പൊ താൻ ഫ്രീ ആയിരിക്കും. നാളെയോ? അത് പിന്നെ നാളെ എന്ത് പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തനിക്ക് നാളെ എവിടെയെങ്കിലും പോകാനുണ്ടോ? അത് നാളെ അവൻ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും. മോൻ നാളെ സ്കൂളിലല്ലോ. അതിനെന്താ, താൻ നാളെ മോനെയും വിളിക്കുക, ഞാനും മോനെ കൊണ്ടുവരാം. അപ്പൊ അവർക്കും പരസ്പരം ഒന്നും അറിയാമല്ലോ നല്ല പോലെ. നമ്മൾ അവരുടെയും കൂടെ കാര്യം നോക്കണ്ടേ? എന്തൊക്കെയാണെങ്കിലും ഒരു റിലേഷൻ ആവുമ്പോ അവരെയും കൂടെ നോക്കാം. ഓക്കെ സാർ, ഞാൻ നാളെ മോനെയും കൂടെ കൊണ്ടുവരാം. ഞാൻ ഓൾറെഡി തന്നോട് പറഞ്ഞിരുന്നു. സാറല്ല, എന്റെ പേര് വിളിക്കുന്ന എനിക്ക് ഇഷ്ടം. ഓക്കെ. ഇതാണോ പാർട്ടി? ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ, ആദ്യമായിട്ട് നേരിട്ട് കാണുന്ന. കൊള്ളാം. നീ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത്? വാ, നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ സമയമായി. ഹാപ്പി ബർത്ത്ഡേ. ഇതാ എന്റെ ഗിഫ്റ്റ്. നീ എന്താണ് ഇത്ര ഞെട്ടി നിൽക്കുന്നത്? എന്താ, നിനക്ക് ഗിഫ്റ്റ് ഇഷ്ടമായില്ലേ? വേറെ എന്തെങ്കിലും വേണോ? ഒന്നുമില്ല അച്ഛാ, എനിക്ക് ഇഷ്ടമായി. കൊള്ളാം. ടെവിൻ, നീ ഇങ്ങോട്ടൊന്ന് വന്നിരിക്കൂ. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുമെന്നറിയില്ല. ഞാൻ പറയുന്നത് എന്താ അച്ഛന് പറയാറുള്ളത്?
ഇത് ഞാൻ അങ്ങനെ നിന്നോട് പറയും. അത് എന്താന്ന് വെച്ചാൽ മോനെ, എനിക്കൊരു പെൺകുട്ടീനെ ഇഷ്ടമാണ്. എനിക്ക് അവളെ വിവാഹം കഴിച്ചാൽ കൊള്ളുന്നുണ്ട്. പക്ഷെ നിന്റെ അഭിപ്രായം അറിഞ്ഞിട്ട് ഞാൻ എന്താ വെച്ചാൽ ചെയ്യും. എന്തൊക്കെയാണെങ്കിലും നാളെ ഞാൻ അവളെ കാണാൻ പോകുന്നുണ്ട്. അവളും അവളുടെ മോനും ഉണ്ട്. അപ്പൊ നീയും എന്റെ കൂടെ ഒന്ന് വരണം പ്ലീസ്. എനിക്ക് അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. നീ പറയുന്ന പോലെ ഞാൻ ചെയ്യത്തുള്ളൂ. നിനക്ക് ഈ ബന്ധത്തിന് സമ്മതമില്ലെങ്കിൽ ഒരിക്കലും ഞാൻ നിന്നെ നിർബന്ധിക്കത്തില്ല. നിന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. തൽക്കാലം എന്നെ നാളെ ഒന്ന് കാണാൻ വരണം എന്റെ കൂടെ. അത് ശരി അച്ഛാ, ഞാൻ അച്ഛൻ്റെ കൂടെ വരാം നാളെ. ഞാൻ നാളെ അച്ഛൻ്റെ കൂടെ പോണോ? പക്ഷെ എൻ്റെ അമ്മയുടെ സ്ഥാനം മറ്റൊരാൾക്ക് കൊടുക്കുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. അച്ഛൻ്റെ ജീവിതം ജീവിക്കേണ്ട അച്ഛനല്ലേ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ രണ്ടുപേരും കയറി വരുന്ന ഒട്ടും ശരിയല്ലല്ലോ. ഇതൊക്കെയാണെങ്കിൽ ഇതേപോലെ തന്നെ പോട്ടെ. അച്ഛൻ ആ പെൺകുട്ടീനെ ഇഷ്ടമാണെങ്കിൽ അവരെ തന്നെ കല്യാണം കഴിക്കട്ടെ. എനിക്ക് അച്ഛൻ്റെ സ്നേഹം തോന്നണമെന്നുള്ളപ്പം ഞാൻ ഇതേപോലെ മാറാം. അവനും അതേപോലെ തന്നെ ചെയ്യട്ടെ. പരസ്പരം ഒരിക്കലും കണ്ടെത്തില്ലാത്തവരെ ഒന്നിപ്പിക്കാൻ അത്ര ഈസി അല്ലല്ലോ. എന്തൊക്കെയാണെങ്കിലും അച്ഛൻ്റെ ഇഷ്ടമുള്ള പോലെ തന്നെ നടക്കട്ടെ. ചുക്കി, ഇങ്ങോട്ട് വന്നേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ അമ്മ എന്തിനാ വിളിച്ചേ? ജുക്കി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താന്ന് വെച്ചാ അത് പിന്നെ എനിക്ക് നാളെ എനിക്കൊരാളെ ഇഷ്ടമാണ്. അയാൾ എന്നെ നാളെ ഡേറ്റിന് വിളിച്ചിട്ടുണ്ട്. ആൾക്കൊരു മോനും ഉണ്ട്. അപ്പം നീ എൻ്റെ കൂടെ ചെല്ലണമെന്ന് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഓഫീസിലെ എൻ്റെ സാറാണ്. നീ എന്താന്ന് വെച്ചാൽ പറ. നിനക്ക് കംഫർട്ടാണെങ്കിൽ മാത്രം പ്ലീസ്. എടാ, എനിക്കറിയത്തില്ല നിന്നോട് എങ്ങനെ പറയണമെന്ന്. ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും നിന്നോട് ശ്രമിച്ചിട്ടില്ല. നീ ഇതുവരെ എന്നോട് നിൻ്റെ അച്ഛനെ പറ്റി ചോദിക്കുമ്പോഴൊന്നും ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല. അതെനിക്കിപ്പോഴും പറയാൻ പറ്റില്ല. കാരണം അത് മനസ്സിലാക്കാനുള്ള പ്രായം നിനക്കായെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയാം. പക്ഷേ നീ തൽക്കാലം നാളെ എൻ്റെ കൂടെ ഒന്ന് വരുമോ? നിനക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം. അല്ലെങ്കിൽ വേണ്ട, ഒന്നും വേണ്ട. നീ എന്താ ഒന്നും പറയാത്ത? അത് പിന്നെ ഞാൻ അമ്മയുടെ കൂടെ നാളെ വരാം. ഞങ്ങളായിട്ട് ഒരിക്കലും അമ്മയുടെ ഒരു ആഗ്രഹത്തിനും തടസ്സം നിൽക്കാൻ പാടില്ല. അമ്മയുടെ ഇഷ്ടം പോലെ അമ്മ ജീവിക്കണം. അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ അതിനൊരിക്കലും ഞങ്ങളൊരു തടയാവാൻ പാടില്ല.